മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ദുർഗ് സെഷൻസ് കോടതി പരിഗണിക്കുകയാണ്. ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹം ആകെയുള്ളത്. എന്നോടൊപ്പം ഇപ്പോൾ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ചേരുകയാണ്. അനൂപ് ആന്റണി ദുർഗിൽ ക്യാമ്പ് ചെയ്ത് മോചനം സംബന്ധിച്ച മോചന ശ്രമങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. ശരിക്കും എന്താണ് പ്രതീക്ഷ? ഒരു മോചനം ഇന്ന് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, വലിയ പ്രതീക്ഷയുണ്ട്. കാരണം നിരവധി കാരണങ്ങളുണ്ട്. കാരണം എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ചില വസ്തുതകളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ദുർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഛത്തീസ്ഗഡിലുള്ള ഒരു 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 വളരെ എന്താ പറയുന്നത്, റായ്പൂരിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ ഇവിടെ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ട ഒരു നിയമ പരിരക്ഷ, ഒരു നിയമോപദേശം അത് കൃത്യമായി ഇവിടെ ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ടായിരുന്നു. അതിവിടെ വന്നപ്പോൾ ബോധ്യപ്പെട്ടു. അപ്പോൾ അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞങ്ങളെടുത്ത എല്ലാ പ്രയത്നവും അത് കാരണം ആ നിയമോപദേശം കൃത്യമായി അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നു. ഒന്ന്. രണ്ട്, അതിന് വേണ്ട ചില എന്താ പറയുക, കുറച്ച് പേപ്പർ വർക്ക്, കുറേ ഡോക്യുമെൻറ്റേഷൻ ബാക്കിയുണ്ടായിരുന്നു. ചില അഫിഡവിറ്റുകൾ ആവശ്യമുണ്ടായിരുന്നു. അതുമെല്ലാം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ എന്താ പറയുന്ന ഒരു നേരത്തെ ഉണ്ടായിരുന്ന പല എന്താ പറയുന്ന ഒരു സ്റ്റാൻഡിൽ നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു വലിയൊരു സപ്പോർട്ട് കൂടി ഈ ഒരു വിഷയത്തിൽ ലഭിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കോടതിയിൽ വരുമ്പോൾ പ്രോസിക്യൂഷൻ്റെ ഇടപെടലാണ് പ്രധാനമാവുക. അക്കാര്യത്തിൽ നമുക്ക് ശുഭകരമായി ആശ്വസിക്കാൻ കഴിയുന്നൊരു സമീപനം ഉണ്ടാകുമെന്ന വാക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിലും മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലുമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ പിന്തുണയും എന്തൊക്കെ സഹായവും നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ദൗത്യ സംഘം വന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇവിടെ ഇന്നലെ മുതലുള്ള ഈ ഒരു പ്രയത്നം കൊണ്ടാണ് സാധ്യമായത്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 കാര്യങ്ങൾ നടന്നതുകൊണ്ട് ഒരു വലിയ പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ഈ ഒരു ഇതിൽ. ഇപ്പോൾ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ്. അതിന്ന് പരിഗണിക്കാൻ പോവുകയാണ്. ജാമ്യ ഹർജി നൽകുന്നതുമായി ബന്ധപ്പെട്ടും നമ്മുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നിയമോപദേശത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ടാണ് ശരിക്കും ഇത് നിയമ നടപടികൾ കുറച്ച് വൈകിയത് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനും കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാമായിരുന്നു. ഇവിടുത്തെ ലോയേഴ്സ് തന്നെ പറഞ്ഞു കാര്യങ്ങൾ കുറച്ചും കൂടെ സ്പീഡാക്കാമായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഒരു ഡിലേ ഉണ്ടായി എന്ന് ഇവിടെ വന്നപ്പോൾ കൃത്യമായി എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ആ നിയമോപദേശം ദുർഗിലുള്ള ഒരു പരിമിതപ്പെട്ട ഒരു ലോയേഴ്സിൻ്റെ ഒരു ഇതിൽ കൂടാതെ ഇപ്പോൾ റായ്പൂർ അടക്കമുള്ള ഹൈക്കോടതിയിൽ നിന്നുള്ള ചില വക്കീൽമാരുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ആ നിയമപരമായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇവിടെ വന്ന് ഉള്ള ഈ പരിശ്രമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടി ഈ കേസിനെ ഇപ്പോൾ ഈ ബെയിലിന് വരാൻ പോകുന്ന ഈ കേസിനെ സഹായിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സഭയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആ വിധത്തിൽ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് നടക്കേണ്ട എല്ലാ തലങ്ങളിലും ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഏതായാലും വളരെ ഇന്നൊരു നല്ല ഒരു ആശ്വാസമാവട്ടെ എല്ലാവർക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ്. അനൂപ് ആന്റണി. മാത്രമല്ല, ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നത്, CPMൻ്റെ നേതാക്കൾ ഇന്നലെ വന്ന് കണ്ടിട്ട് കാണാൻ പറ്റിയില്ല, ഇന്ന് വീണ്ടും എത്തുകയാണ്. UDF MPമാർ ഇവിടെ ആകെ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. BJP പ്രതിനിധി സംഘത്തിന് മാത്രം എന്ത് കൊമ്പുണ്ടോ എന്ന ചോദ്യമുണ്ട് അവർ ഉന്നയിക്കുന്നത്. അല്ല, ഇവർക്ക് ഒരു മിനിമം കോമൺ സെൻസ് വേണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ CPMൻ്റെ MPമാരും നേതാക്കന്മാരും ഒക്കെ 4 മണിയായപ്പം ജയിലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് അകത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു നിയമമില്ലേ? ഒരു മിനിമം സമയം അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം നേരത്തെ ചോദിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് കൊമ്പുണ്ടോ എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒരു മിനിമം കോമൺ സെൻസ് ഇല്ലാതെയാണ് അവർ പെരുമാറുന്നത്. അവർക്കിവിടെ എന്താണ് റോള്? അവർക്കിവിടെ കൊണ്ട് എന്ത് ചെയ്യാനാകും? അവർക്ക് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക്. പിന്നെ ഇവിടെ വന്നൊരു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയം ചെയ്യാൻ വരരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥന. കാരണം കാര്യങ്ങൾ സുഗമമായി മുമ്പോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഭയുടെ ഭാഗത്തു നിന്നും, ലീഗൽ ടീമിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, ഞങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ജയിലിൻ്റെ മുമ്പിൽ വന്ന് പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സർക്കാരിനെ പ്രൊവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഇവിടുത്തെ സർക്കാർ ഒരു മയപ്പെട്ടൊരു നിലപാടെടുക്കുമ്പോൾ ആ സർക്കാരിന് എന്താ പറയുന്നത്, അനുകൂലിച്ച് ഈ ബെയിലിനെ കുറച്ചും കൂടെ സുഗമമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ആ സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതൊക്കെയാണ് ഈ എന്താ പറയുന്നത്, ഒരു പ്രസക്തിയുമില്ല എന്ന് അങ്ങനെ പറയുന്ന CPM
ഇടത് പ്രതിനിധി സംഘം ഇവിടെ വന്നതിന് വേണ്ടിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു ഇതിനെ ഒരു മുതലെടുക്കണം. ഇതിനെ മുതലെടുത്തുകൊണ്ട് ആളാവാൻ വേണ്ടി വന്നതാണ്. ഈ മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം വന്നവരാണിത്. ഈ പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണിവർ. ഈ പ്രശ്നത്തിൽ വളരെ എളുപ്പത്തിൽ കാണേണ്ട ചില സൊല്യൂഷൻസിനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ എൻ്റെ പ്രാർത്ഥന അവർ ഇന്നിപ്പോൾ രാവിലെ വന്നിട്ട് ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഈ നടക്കുന്ന ലീഗൽ പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ലീഗൽ പ്രൊസീജിയറാണ്, അത് അതിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. ഇവിടെ വന്ന് ഈ രാഷ്ട്രീയ നാടകം കളിച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന പ്രോസസ്സിനെ ഇവിടുത്തെ ഗവൺമെൻറ്റിനെയും ഇവിടുത്തെ ജുഡീഷ്യറിയെയും പ്രകോപിപ്പിച്ചുകൊണ്ട് ഉള്ള രാഷ്ട്രീയം അത് അവോയ്ഡ് ചെയ്യുക. സിസ്റ്റർമാരുടെ ബെയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി. നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയമാണ് CPM-ഉം കോൺഗ്രസും നടത്തുന്നത് എന്നാണ് അനൂപ് ആന്റണി ദുർഗിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടിൻ, റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്.